ഇന്ന് നമുക്കൊരു ഫ്ലവർ പ്ലക്കിംഗ് സ്റ്റോറി കേട്ടാലോ. അതിനു മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സംഭവം ഇതൊരു സ്റ്റോറിയൊന്നുമല്ല. എനിക്കൊരു DIY ചെയ്യാൻ വേണ്ടി ഫ്ലവേഴ്സൊക്കെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നെല്ലാം പ്ലക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ. ഫ്രഷ് ഫ്ലവർ കൊണ്ട് ഒരു വാൾ ഡെക്കർ ഉണ്ടാക്കണം. ഇതൊരു സാധാരണ വാൾ ഡെക്കർ അല്ല, ഇതൊരു ഫ്ലവർ ഡ്രൈയിങ് മെത്തേഡാണ്. പിൻട്രസ്റ്റിലൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് അങ്ങനെ ഒരു വാൾ ഡെക്കർ ചെയ്യാൻ പ്ലാൻ ഇട്ടതാണ്. ഞാൻ നടന്നു പോകുമ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് റോഡ് സൈഡിൽ നിന്നെല്ലാം. ഇനി നമ്മളെ വയലിലേക്ക് സ്വാഗതം ചെയ്യാൻ ഇയാളുണ്ട്. ഒരാളല്ല, രണ്ടുപേരുണ്ടായിരുന്നു റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും. ഇവിടെ ഈ വയലിൻ്റെ അടുത്ത് ഒരുപാട് ഫ്ലവേഴ്സ് ഇങ്ങനെ ബ്ലൂം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലവർ രണ്ട് കളറിലായിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. ഒരു യെല്ലോ കളറും ഒരു ഓറഞ്ച് കളറും. ഈ ഒരു ഫ്ലവർ പ്ലക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ഏട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അവരും കുറച്ച് ഫ്ലവേഴ്സൊക്കെ എനിക്ക് പ്ലക്ക് ചെയ്തു തന്നു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഈ ഫ്ലവേഴ്സ് പ്ലക്ക് ചെയ്യാനൊരു മനസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ത്, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ഫുള്ള് ബ്ലൂം ചെയ്തിട്ട് റോഡ് സൈഡ് മൊത്തം ഒരു പൂന്തോട്ടം പോലെ നല്ലൊരു ആംബിയൻസാണ് അവിടെ കിട്ടുന്നത്. പൊതുവേ എനിക്ക് ഈ ഫ്ലവേഴ്സിനോട് ഒരല്പം ഇഷ്ടം കൂടുതലാണ്. ഫസ്റ്റ് ഈ ഫ്ലവർ പ്ലക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാനിതിൻ്റെ കുഞ്ഞ് ചെടി ഉണ്ടോയെന്നാണ് നോക്കിയത്. അപ്പോഴേക്ക് കുഞ്ഞ് തൈ ഉണ്ടായിരുന്നില്ല. പിന്നെ ആ ചേട്ടൻ കുറച്ച് വിത്തുകളൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. ഇത്രയും ഫ്ലവർ ഞാൻ പ്ലക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ നിന്ന്. കാണാൻ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇത്. അതും പിടിച്ചിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് യെല്ലോ കളർ വളരെ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതെനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. കുറച്ചങ്ങോട്ട് നടക്കുമ്പോൾ തന്നെ അതാ നെക്സ്റ്റ് ഒരു തരിതരി പോലത്തെ ഒരു സംഭവം. ശരിക്കും ഇതൊരു കാടാണ്, ബട്ട് എനിക്കിത് കാണാൻ നല്ല ഇഷ്ടമായി. ഞാൻ ചെയ്യാൻ പോകുന്ന DIYക്ക് ഇത് ബെസ്റ്റാണ്. പിന്നെ ഞാൻ ചെയ്ത വാൾ ഹാങ്ങിങ്ങിൻ്റെ ഫോട്ടോസ് വീഡിയോ ആയിട്ട് എൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് പ്ലക്ക് ചെയ്യുന്നുണ്ടിട്ട് വഴിയിൽ പോകുന്നവരെല്ലാം എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് എന്താ ഭ്രാന്തായ കാടും പറിച്ച് നടക്കാനെന്ന് വിചാരിച്ചിട്ട് പോകുന്നവരെല്ലാം എന്നെ നോക്കിയാണ് ഈ ചെയ്യുന്നത്. ഇതിപ്പോൾ കാണുമ്പോൾ നല്ലൊരു ബൊക്ക പോലെ ആയിട്ടുണ്ട്. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ബൊക്ക ഫീൽ. ഇതുകൊണ്ട് മതിയെന്ന് വിചാരിച്ചിട്ട് നടക്കുമ്പോഴാണ് നെക്സ്റ്റ് നല്ല ക്യൂട്ടായിട്ടുള്ള വേറൊരു ഫ്ലവറാണെന്ന്. ഒരു ലെവൻഡർ കളറിലുള്ളൊരു ഫ്ലവറാണ്. നല്ല ഉണ്ടായിരുന്നു ഈ കാണാൻ. ബട്ട് ഈ ഫ്ലവർ എനിക്ക് വാൾ ഹാങ്ങിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലവറിന് ഒരു പ്രത്യേക ഷേപ്പാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് നമ്മളെ നാട്ടിൽ പൊതുവായി കണ്ടുവരുന്നൊരു കാർഡാണ്. അതായിട്ട് പിന്നെ കുറക്കണ്ടല്ല, അതും കൂടി അങ്ങ് പ്ലക്ക് ചെയ്തു. പിന്നെ ബസ്സിലൊക്കെ പോവേണ്ടതല്ലേ, അതുകൊണ്ട് ഒരു കവറിലിട്ട് വെച്ചു. ബാഗിൽ വെക്കാൻ പറ്റൂലല്ലോ. ഇനി മതി എന്ന് വിചാരിച്ചിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. ദാ പിന്നെയും ഇത് വേണ്ട ഇത് വേണ്ട എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ പോയി പ്ലക്ക് ചെയ്തു. കൈക്കൊക്കെ ഫുള്ള് മുള്ളു തെറിച്ചു. കാരണം ഇത് നമ്മളെ തൊട്ടാവാടിയല്ലേ. എന്തായാലും ഇതിൻ്റെ ഫ്ലവർ നല്ല ക്യൂട്ടായതുകൊണ്ട് അത് പറിച്ചെടുത്തു. ഇനി ഇതും യൂസാക്കാൻ പറ്റിയിരുന്നിട്ടുണ്ടായിരുന്നില്ല. വീട്ടിലെത്തുമ്പോഴേക്കും അത് വാടിപ്പോയിട്ടുണ്ടായിരുന്നു. അനാവശ്യമായിട്ട് ഈ പൂവിനെ വേദനിപ്പിച്ചതിൽ എനിക്കും സങ്കടമുണ്ട്. വീണ്ടും ഒരു കാട്ടുവെച്ചിട്ട് പ്ലിക്ക് ചെയ്തു. ഇനിയും ഇവിടെ നിന്ന് ഇങ്ങനെ കാട് പറിച്ചുകൊണ്ടിരുന്നാൽ നാട്ടുകാർ പറയും ഇവൾക്കെന്തോ മുഴുവട്ടാണെന്ന്. ഇനി നെക്സ്റ്റ് ഞാൻ എൻ്റെ വീട്ടുമുറ്റത്തുള്ള ഫ്ലവേഴ്സാണ് പ്ലക്ക് ചെയ്യുന്നത്. ഇതും ഒരു തരം കാടാണ്, പക്ഷെ കാണാൻ ക്യൂട്ടാണ്. കുഞ്ഞു കുഞ്ഞു ലെവൻഡറും വൈറ്റും ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലവർ. നമ്മളെ വീട്ടുമുറ്റത്തുള്ള സാധാരണ കണ്ടുവരുന്നൊരു സംഭവം തന്നെ ഇത്. പിന്നെ ഇതെൻ്റെ വീട്ടിലെ ചെടിയാണ്. ഉമ്മ കാണാണ്ട് അതിൽ നിന്നും കുറച്ച് ഫ്ലവേഴ്സൊക്കെ പ്ലക്ക് ചെയ്തെടുത്തു. ഇല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവാറുണ്ട്, ബട്ട് ഇപ്പോഴൊരു ഫ്ലവേഴ്സും ഇല്ല. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഞാനൊരു പ്ലാന്റ് ലവറാണ്. എവിടെ ചെടി കണ്ടാലും ആ ചെടി എൻ്റെ വീട്ടിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. മുമ്പൊക്കെ ഭയങ്കരത്തിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അതൊക്കെ കുറഞ്ഞു. പിന്നെ ഈ ഒരു ഫ്ലവർ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. നല്ല ഡബിൾ കളറിൽ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു റെഡും പിന്നെ ഒരു മിക്സ്ഡായിട്ട് വരുന്നൊരു കളറും. പിന്നെ ഈ ജമന്തിപ്പൊടിയിൽ നിന്ന് ഞാനൊന്ന് പ്ലക്ക് ചെയ്യുന്നുണ്ട്. കത്രിക കൊണ്ട് കട്ട് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചത്. കത്രിക പോയി എടുക്കാനുള്ള മടി കാരണം കൈ കൊണ്ട് തന്നെ അങ്ങ് പ്ലക്ക് ചെയ്തു. കൈ കൊണ്ട് ഇങ്ങനെ പ്ലക്ക് ചെയ്തുകൊണ്ട് തന്നെ ചെടിക്ക് നന്നായി വേദനിച്ചിട്ടുണ്ടാവും. എന്തായാലും വീട്ടിൽ നിന്ന് എനിക്ക് ഇത്ര ഫ്ലവേഴ്സാണ് കിട്ടിയത്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്റ്റിക്ക് വേണം. അതിന് ഞാൻ പേരക്കൻ്റെ സ്റ്റെം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഒടിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ ഒടിയുന്നില്ല. പിന്നെ വേറെ ഏതോ ഒരു ചെടി ഉണ്ടായിരുന്നു, അത് നോക്കിയിട്ടാകുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒടിഞ്ഞു. അങ്ങനെ അത് കട്ടാക്കി അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതേതാണ് ചെടിയെന്നൊന്നും അറിയില്ല. നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ സ്റ്റെമ്മായിരുന്നു എൻ്റേത്.
പിന്നെ നമുക്ക് ഇത്രയും ഫ്ലവേഴ്സ് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ടില്ല കാണാൻ വേണ്ടിയിട്ട്. വാവ്. ഇനി നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടിയ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഇത്ര ഫ്ലവേഴ്സാണ് ഞാൻ കൊട്ടയിലിട്ട് കൊണ്ടുവന്ന ഫ്ലവേഴ്സ്. ഈ ഫ്ലവേഴ്സിനൊക്കെ ഈ ഒരു രീതിയിൽ വാൾ ഹാങ്ങിങ് ആക്കി മാറ്റി ഞാൻ. ഇതെങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനാ ഈ 2 in 1 മെത്തേഡ്?